കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവ തിരുനാമത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിരുമുഖം അന്വേഷിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇതുവരെയും അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനുമുള്ള നിയോഗങ്ങൾ, അനുഗ്രഹങ്ങൾ, കൃപകൾ നൽകി. തുടർന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു. നമുക്ക് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവമുമ്പാകെ ആയിരിക്കാം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37 അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തയ്ക്ക് ആധാരമാക്കി ഇന്ന് ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. എല്ലാം നമുക്ക് ഇപ്പോൾ വായിക്കേണ്ട, എല്ലാവർക്കും പരിചയമുള്ള വാക്യങ്ങളാണ്. എങ്കിലും നമുക്ക് അതിൻ്റെ കുറിവാക്യമായിട്ട് ഒരു വാക്യം മാത്രം വായിക്കാം. 37:12. അതുകൊണ്ട് നീ പ്രവചിച്ച് അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ നിറഞ്ഞ ഈ വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും തകർന്ന് പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ജനത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവന്ന് നിങ്ങളുടെ ദേശത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. അങ്ങനെ ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുപോകുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വലിയ നിർബന്ധമുള്ള കാര്യമാണ് തൻ്റെ ജനം താൻ ആരാണെന്ന് അറിയണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സേവിച്ചാരാധിക്കുന്ന ദൈവം ആരാണെന്ന് ഞാനും നിങ്ങളും വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എൻ്റെ ദൈവം ആരാണെന്ന് ഞാൻ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് അവിടെ പറയുന്നത്. സ്തോത്രം. ദൈവം അവിടുത്തെ മഹാശക്തി കൊണ്ട്, അവിടുത്തെ വലിയ പ്രവൃത്തി കൊണ്ട് തൻ്റെ ജനത്തെ അവരുടെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി അവരെ പുറത്തു കൊണ്ടുവന്ന് അവരെ അവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് തകർച്ചയുടെ മണ്ഡലങ്ങളെയും ഏത് പ്രതിസന്ധിയുടെ മണ്ഡലങ്ങളെയും നീക്കി അതിന് നടുവിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ച് നമ്മെ നിർത്തുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ ഞാനും നിങ്ങളും തിരിച്ചറിയും, ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം. പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം പ്രധാനമായി 2 ചിത്രങ്ങളുണ്ട്. ആദ്യത്തെ ചിത്രം ഉണങ്ങിയ അസ്ഥി താഴ്വരയുടെ ചിത്രമാണ്. ധാരാളം പ്രസംഗങ്ങൾ ഈ വേദഭാഗത്തിൽ നിന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. പ്രവാചകനായ യെഹെസ്കേൽ പുരോഹിത കുടുംബത്തിൽപ്പെട്ടയാളാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തെ ബാബിലോണ്യ സാമ്രാജ്യം, ബാബിലോണ്യർ വന്ന് അടിമകളാക്കി. പ്രൈസ് ദി ലോർഡ്. ഏതാണ്ട് BC 597 ആ രാജ്യത്തെ, യഹൂദ രാജ്യത്തെ നശിപ്പിച്ച്
ദേവാലയം തകർത്ത് യഹൂദയിൽ നിന്ന് പിടിച്ചുകൊണ്ടു പോകപ്പെട്ട ദൈവജനങ്ങളിൽ, ഇസ്രായേലിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ പ്രവാചകനായ എസെക്കിയേൽ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇന്ന് പകൽക്കാലം അറിയണം, ഈ എസെക്കിയേൽ പ്രവാചകൻ തൻ്റെ പ്രവാചക ശുശ്രൂഷ ബാബിലോണിൽ വെച്ച് നിർവഹിക്കുമ്പോൾ തൻ്റെ ജനത്തോട് ഇങ്ങനെ പറയുന്നു. ജനം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് കാരണം, ഇന്നത്തെ നിങ്ങളുടെ ഈ തകർച്ചയ്ക്ക് കാരണം നിങ്ങളുടെ ജീവിതത്തിലെ പരാജയമാണ്. പ്രൈസ് ദി ലോർഡ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 36-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ച് അവന്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തി ഇല്ലാതാകും വണ്ണം യഹോവയുടെ കോപം തന്റെ ജനത്തിന് നേരെ ഉജ്ജ്വലിക്കുവോളം അവന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. സ്തോത്രം. അവിടെ പറയുന്നു, 15-ാം വാക്യം വായിച്ചേ. അവന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തന്റെ ജനത്തോടും തന്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തന്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. ജനം പാപം ചെയ്ത് അധപ്പതിച്ച് തകർന്ന സമയത്ത് ദൈവത്തിന് മനസ്സിലായി, ഇതിന് ശിക്ഷ കൊടുക്കണം. ദൈവം ചെയ്യും. ദൈവം നീതിമാനാണ്. പാപത്തെ വെച്ചു വെറുപ്പിക്കുന്നവനല്ല, തെറ്റിനെ ന്യായീകരിക്കുന്നവനല്ല. പാപത്തോട് ഭയങ്കര വിരോധമുള്ളവനാണ് നമ്മുടെ ദൈവം. അതാര് ചെയ്താലും പാപത്തെ ദൈവം ശിക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവത്തിൻ്റെ ശിക്ഷ സഹിക്കാൻ മനുഷ്യന് കഴിയില്ല. സ്തോത്രം. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, ദൈവമേ, അങ്ങൊന്ന് കോപിച്ചാൽ തിരുമുമ്പാകെ ആര് നിൽക്കും? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആ ഭയങ്കര കോപത്തിനകത്ത് വീണ് വെന്തുരുകിപ്പോകും. ദൈവം നീതിമാനാണ്. അപ്പോൾ തന്നെ മറുഭാഗത്ത് ദൈവത്തിന് ഭയങ്കര സ്നേഹം. ദൈവത്തിന് ഭയങ്കര സ്നേഹം. അപ്പൊ ദൈവത്തിന് സഹതാപം. അപ്പൊ ദൈവം എന്ത് ചെയ്തു? ജനത്തെ മടക്കി വരുത്തേണ്ടതിന്, അവരുടെ പാപത്തിൽ നിന്ന് പിന്തിരിയേണ്ടതിന് ദൈവം തൻ്റെ പ്രവാചകന്മാരെ, തൻ്റെ ദൂതന്മാരെ അയച്ചു. അവരോട് പറഞ്ഞു, മാനസാന്തരപ്പെടണം, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം, നിങ്ങളുടെ പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം, ഇല്ലെങ്കിൽ കഠിനമായ ശിക്ഷയുണ്ടാകും. സ്തോത്രം. അതാ വായിച്ചത്. 15-ാം വാക്യം വീണ്ടും വായിക്കാം. നോക്കണേ, ദൂതന്മാരെ അയച്ചു മാനസാന്തരപ്പെടാൻ, മടങ്ങി വരാൻ പ്രാർത്ഥിച്ച് നിയോഗത്തോടെ അയച്ച ദൂതന്മാർ വന്ന് ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെടുത്തിയപ്പോൾ ജനം അവരെ പരിഹസിച്ചു. ദൈവം തമ്പുരാൻ അവരിലൂടെ സംസാരിച്ച വാക്കുകളെ അവര് നിരസിച്ചു. കേട്ടോ? അങ്ങനെ ചെയ്തപ്പോ ഉപശാന്തി ഇല്ലാതാകുവണ്ണം യഹോവയുടെ കോപം തൻ്റെ ജനത്തിന് നേരെ അവൻ ഉജ്ജ്വലിക്കുവോളം, സ്തോത്രം, അവൻ്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവം ഒരിക്കലും നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താതെ ശിക്ഷിക്കത്തില്ല. തെറ്റുവരും, ജീവിതത്തിൽ പരാജയങ്ങളും വരും. പക്ഷേ ചെയ്ത തെറ്റിനെക്കുറിച്ച്, പരാജയത്തെക്കുറിച്ച് ദൈവം ബോധ്യം വരുത്തും. നീ ഇന്ന തെറ്റ് ചെയ്തു, ഇന്ന പാപം വന്നു, ഇന്ന മണ്ഡലത്തിൽ പരാജയം വന്നു, മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. പക്ഷേ ജനം ആ മടങ്ങി വരാനുള്ള ദൈവ നിയോഗത്തെ എപ്പോൾ ഉപേക്ഷിക്കുമോ, എപ്പോൾ അതിന് ഘടകവിരുദ്ധമായി നിൽക്കുമോ, ആലോചന കേട്ടിട്ടും മാനസാന്തരപ്പെടാതെ ഇരുന്നാൽ നിങ്ങൾ അറിയണം, ദൈവത്തിന്റെ കോപം അവൻ ഉപശാന്തി ഇല്ലാതാകുമ്പോഴും ജ്വലിക്കുവാനിടയായി തീരും. സ്തോത്രം.
അത് വലിയ കാര്യമാണ് കേട്ടോ. ആലോചന കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, പാപത്തെക്കുറിച്ചുള്ള ബോധ്യം വരുമ്പോൾ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് കൃപയ്ക്കായി അപേക്ഷിച്ചോണം. ഇവിടെ എന്താ സംഭവിച്ചത്? തൻ്റെ ജനത്തെ, തൻ്റെ പ്രവാചകന്മാരെ, തൻ്റെ പുരോഹിതന്മാരെ അവൻ അയച്ചിട്ടും അവരുടെ വാക്ക് കേട്ട് മാനസാന്തരപ്പെടാതെ ഇരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ ദൈവം കൽദായ രാജ്യത്തിന്, ബാബിലോണിയൻസിന്റെ കയ്യിൽ തൻ്റെ ജനത്തെ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. എന്താ ഫലം? അവർക്ക് രാജ്യം നഷ്ടമായി. എന്താ ഫലം? അവർക്ക് ദേവാലയം നഷ്ടമായി. എന്താ ഫലം? അവർ അടിമകളായി. ഇന്ന് പകൽ വചനം മനസ്സിലായോ? അവൻ പാപത്തിന് ശിക്ഷയുണ്ട്, തെറ്റിന് ശിക്ഷയുണ്ട്, അവൻ പരാജയത്തിന് ശിക്ഷയുണ്ട്, ദൈവത്തോടുള്ള മറുതലിപ്പിന് ശിക്ഷയുണ്ട്. ജനമിതാ ബാബിലോണിൽ അടിമകളായി, അവൻ പ്രവാസികളായി പാർക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. 37-11 വാക്യം അവർ പറയുന്ന കാര്യം നമുക്ക് വായിക്കാം. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്രാ, ഈ അസ്ഥികൾ ഇസ്രായേലിനൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. നോക്കിയേ, ദൈവം പറയുക, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. അവരിപ്പോ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? എന്താ അവര് പറയുന്നത്? ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. കേട്ടോ? സ്തോത്രം. എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ജനത്തിൻ്റെ ഒരു പ്രത്യേകത, അതൊരു ഗുണമായിട്ട് തന്നെ ഞാൻ പറയാം. ആ അവസ്ഥ തിരിച്ചറിഞ്ഞു. സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ ഉണങ്ങിയെന്നും, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങിയെന്നും, ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടെന്നും, ഞങ്ങൾ മുടിഞ്ഞിരിക്കുന്നുവെന്നും അവർ തിരിച്ചറിഞ്ഞു. ഇന്ന് രാവിലെ വചനം കേൾക്കുവാൻ ദൈവത്തിൽ വന്നിരിക്കുന്ന ദൈവജനത്തോടായി ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ ആത്മജീവിതത്തിന്റെ അവസ്ഥ ആമൻ ഒന്ന് തിരിച്ചറിഞ്ഞ് ദൈവം ഭാഗം പറയണം. കേട്ടോ കർത്താവേ, ഞങ്ങൾ ഒത്തിരി തകർന്നു പോയി, ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി തകർച്ച വന്ന്, ആമൻ ഞങ്ങൾക്ക് ഒത്തിരി പരാജയം വന്ന്, ഞങ്ങൾക്ക് ഒത്തിരി കുറവ് വന്നു എന്ന് ഇന്ന് രാവിലെ ഒന്ന് സമ്മതിച്ചു തുടങ്ങിയാൽ അത് തന്നെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ തുടക്കമാ, ഒരു ദൈവപ്രവൃത്തിയുടെ തുടക്കമാ. മൂടി വെച്ച് ആമ എനിക്കൊരു കുഴപ്പവുമില്ല, ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് ആത്മാവിൽ ദൂത് കൈമാറുക, നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു വിടുതൽ വേണമെങ്കിൽ, നിങ്ങൾക്കൊരു മാറ്റം വേണമെങ്കിൽ തുറന്ന് കർത്താവിനോട് പറയണ, പരാജയം വന്നുപോയി കർത്താവേ, തകർച്ച വന്നുപോയി കർത്താവേ, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് കുറവ് വന്നു പോയി കർത്താവേ. ആമേൻ. അത് ഞങ്ങളുടെ പരാജയം കൊണ്ടാണ്, ഞങ്ങളുടെ കുറവുകൾ കൊണ്ടാണ്, ഞങ്ങളുടെ ബലഹീനത കൊണ്ടാണ്, പലപ്പോഴും വചനത്തെ നിരസിച്ചത് കൊണ്ടാണ് എന്നൊന്ന് തുറന്ന് ദൈവം ഭാഗ്യ രാവിലെ സമ്മതിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതാണ് അവരുടെ ഒരു പശ്ചാത്തലം. സ്തോത്രം. രാജ്യം നഷ്ടപ്പെട്ടവര്, ദേവാലയം നഷ്ടപ്പെട്ടവര്, അല്ലെ അടിമകളെ പോലെ നിൽക്കുന്നവര്, പ്രത്യാശ നഷ്ടപ്പെട്ടവര്, ഉണങ്ങിപ്പോയവര്. സ്തോത്രം. ദൈവം പ്രവാചകനായ എസെക്കിയേലിനെ, നമ്മുടെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 37-ാം അധ്യായം ആരംഭിക്കുന്നത്, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച ഒരു താഴ്വരയുടെ നടുവിൽ നിർത്തി. നോക്കണേ, ഞാൻ ഇന്ന് രാവിലെ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. പ്രവാചകന്റെ അനുഭവമാ. പ്രവാചകന് മേൽ ദൈവത്തിൻ്റെ കൈ വന്നു. ദൈവത്തിൻ്റെ കൈ വന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ അവനെ പുറപ്പെടുവിച്ച് ഈ പറഞ്ഞ ഉണങ്ങിയ അസ്ഥികൾ കിടക്കുന്ന താഴ്വരയിൽ കൊണ്ടുപോയി നിർത്തി. സ്തോത്രം. ഇന്ന് രാവിലെ സ്തോത്ര പ്രവാചകനോട് ചേർന്ന് നമുക്കും പറയാം, ദൈവമേ, നിന്റെ കരം എൻ്റെ മേൽ വരുമ്പോഴാ
നിന്റെ കരം എൻ്റെ മേൽ വരുമ്പോഴാ, നിന്റെ കൈ എൻ്റെ മേൽ വരുമ്പോഴാ ആമൻ എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ആമൻ എനിക്ക് ചില നിയോഗങ്ങൾ ഉണ്ടാകുന്നത്, എനിക്ക് ചില ശുശ്രൂഷകൾ വെളിപ്പെടുന്നത്, എൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുന്നത്. ഇന്ന് പകൽക്കാല യഹോവയുടെ കരം നമുക്ക് അനുകൂലമായി ഇന്ന് രാവിലെ ഒന്ന് വെളിപ്പെട്ടു വരട്ടെ. അത് അധികാരത്തിന്റെ കരമാകട്ടോ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് നമ്മളെ വഴി നടത്തുന്ന കരമാ. അത് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മശക്തിയുടെ പ്രയോഗമാ. ഈ രാവിലെ വചനം കേൾക്കുന്നവർ വിളിച്ചു പറയട്ടെ, ആമൻ, ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വരയിലേക്ക് ആമൻ പോകുന്നതിന് മുമ്പ് ആമൻ ഞാൻ നിങ്ങളോട് പറയാ, ആമൻ, ഒരുപക്ഷെ നമ്മുടെ ആത്മജീവിതത്തിൽ ആമൻ ഉണങ്ങിയ അസ്ഥികളോട് താതാത്മ്യപ്പെടുന്നവരായിരിക്കുക ചിലർ. എന്നാൽ ചിലരോട് ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങൾ ആമൻ ചില ഉണങ്ങിയ അസ്ഥികളുടെ അടുക്കിലേക്ക്, ദേശത്ത് പ്രത്യാശ നഷ്ടപ്പെട്ട, ജീവൻ നഷ്ടപ്പെട്ട, തകർന്നവരുടെ അടുക്കിലേക്ക് അവൻ പോകാൻ ദൈവം കണ്ടിരിക്കുന്ന എസെക്കിയേലിനെ പോലെ ആമൻ ചിലരെ ആത്മാവിൽ നിയോഗിച്ച് നിർത്തുവാനും ദൈവത്തിന് രാവിലെ പരിപാടിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് ആമൻ പ്രത്യാശപ്പെട്ട, നഷ്ടപ്പെട്ട, ആമൻ കൃപ നഷ്ടപ്പെട്ട, ആമൻ ജീവിതത്തിൽ ഉണങ്ങിപ്പോയ, ഇനി ഒരിക്കൽ രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ലാത്ത ചിലരുടെ നടുവിലേക്ക് നിയോഗത്തോടെ നിൽക്കാൻ ആത്മാവ് നിങ്ങളുടെ മേൽ അവിടുത്തെ കരസയക്കുകയാ. അധികാരമുള്ള യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, ദൈവമേ ആ കരം എന്റെ മേലൊന്ന് വരണമേ. ആമേൻ. സ്തോത്രം. നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ, നിന്റെ നാമത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ പ്രാർത്ഥിച്ച് ഇന്ന് പകൽ ഏറ്റെടുക്ക്. വെറുതെ ഇരിക്കാതെ എല്ലാവരും അത് സ്തോത്രം ചെയ്ത് ഏറ്റെടുക്ക്. കർത്താവേ, എസെക്കിയേലിന്റെ മേൽ ആ കരം വന്നതുപോലെ എന്റെ മേൽ ആ കരം ഒന്ന് വെളിപ്പെടണമേ. എന്റെ മേൽ ആ കരം ഒന്ന് വെളിപ്പെട്ടു വരുമാറാകണമേ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം പഠിക്കുമ്പോഴേ ഓക്കെ, മനസ്സിലായല്ലോ. അതായത് സ്തെഫാനോസ് മരിച്ചു കഴിഞ്ഞപ്പോ സഭയ്ക്ക് വലിയ ഉപദ്രവം ഉണ്ടായി. സഭയ്ക്ക് ഉപദ്രവം ഉണ്ടായപ്പോ ജനം ചിതറിപ്പോയി. അപ്പൊ ഈ ചിതറിച്ചത് ദൈവമാ. ഒരാമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. എല്ലാ ചിതറിക്കലും നശിപ്പിക്കാനല്ല, ചില ചിതറിക്കൽ ചിലരിലുള്ള ആത്മീയ കൃപകൾ പുറത്തു കൊണ്ടുവരാനാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമൻ. യെരൂശലേമിലെ സഭയ്ക്കകത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന ഇവര്, അല്ലെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവര്, എല്ലാം പുതുവകയെന്ന് എണ്ണിക്കൊണ്ടിരുന്നവര് ആമൻ ഒന്ന് ചിതറിച്ചു കഴിഞ്ഞപ്പോ ആമൻ ചിലർ ചിതറി ഓടിയെടുത്ത് ആദ്യം അവരെ ലിമിറ്റ് ചെയ്ത് യഹൂദന്മാരോട് മാത്രമായി സുവിശേഷം പറഞ്ഞു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ ആത്മാവ് നിർബന്ധിച്ചു, യഹൂദനോട് മാത്രമല്ല, ഇത് യവനനോടും പറയണം. സ്തോത്രം. അതിരുകൾ മാറി അവർ യവനന്മാരോട് സുവിശേഷം പറഞ്ഞു. ആമൻ. അവരിലൂടെ ആ സുവിശേഷത്തിന്റെ വചനശക്തി ആമൻ ആ ദേശത്തെ വ്യക്തികളിൽ വ്യാപരിച്ചു. അതിനെ തെളിവായി വിളിച്ചു പറയുക, അവർ ഓടിപ്പോയപ്പോൾ യഹോവയുടെ കരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എസെക്കിയേലിന്റെ മേൽ വെളിപ്പെട്ട കര ആമൻ ഇതാ. ആമൻ സ്തെഫാനോസിന്റെ ഉപദ്രവം നിമിത്തം ചിതറിപ്പോയവരുടെ കൂടെ ഇരുന്ന കര, വെസ്റ്റുകളുടെയിൽ പ്രാർത്ഥിക്കുന്ന സാധാരണ ദൈവജനത്തോടുകൂടെ, സാധാരണ വീട്ടമ്മമാരോടുകൂടെ, സാധാരണ പ്രിയപ്പെട്ടവരോടുകൂടെ ആ കരം ഇരുന്നാൽ നിങ്ങളിലൂടെ വൻകാര്യങ്ങൾ ദേശത്ത് ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പകൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക, കർത്താവേ, അവൻ എന്റെ മേൽ അങ്ങയുടെ കരമിരിക്കണമേ. ഈ സഭയ്ക്കകത്ത് സകല ജനത്തിന് മേലും ദൈവത്തിന്റെ കരമിറങ്ങി വരട്ടെ. അവിടുത്തെ കരം നമ്മളെ നിയോഗിക്കട്ടെ. അവിടുത്തെ കരം നമ്മളെ ആമേൻ നിർത്തട്ടെ. അവിടുത്തെ കരം നമ്മളെ ഉപയോഗിക്കട്ടെ. എസെക്കിയേലിനെ ദൈവം കൊണ്ടുപോയി നിർത്തിയത് ഒരു അസ്ഥി താഴ്വരയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? സ്തോത്രം. അസ്ഥികൾ നിറഞ്ഞ താഴ്വര. ആമൻ അവിടെ വായിക്കുന്നു, അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ ആമൻ കൊണ്ടുപോയി ആമൻ നിർത്തി. സ്തോത്രം. ഇങ്ങനെ വായിക്കുന്നു, ആമൻ, യഹോവയുടെ കൈ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അതൊരു താഴ്വരയാണ്. അതിനെ നടുവിൽ നിർത്തി. അതൊരു പരാജയത്തിന്റെ താഴ്വര, മരണത്തിന്റെ താഴ്വര, തകർച്ചയുടെ താഴ്വര, ആമൻ സ്വത്ര പ്രതീക്ഷ നഷ്ടപ്പെട്ട താഴ്വര, അസ്ഥികൾ നിറഞ്ഞ താഴ്വര. ഹല്ലേലൂയ. യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരുടെ അസ്ഥികൾ ഒരുമിച്ച് കൂട്ടിയിടുന്ന സ്ഥലമാ അസ്ഥി താഴ്വരയുടെ നടുവിൽ. ആമൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മാവിന്റെ നിയോഗത്തോടെ തന്റെ ദാസനെ അതിന്റെ നടുവിൽ കൊണ്ടുപോയി നിർത്തി. സ്തോത്രം, സ്തോത്രം.
ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം ചിലപ്പോൾ ഇതുപോലെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തും. ഇനി ഒരിക്കലും പ്രതീക്ഷയില്ലെന്ന് പറയുന്ന സ്ഥലത്ത്, പരാജയത്തിൻ്റെ സ്ഥലത്ത്, ഇനി ഒരു ദൈവപ്രവൃത്തിയും നടക്കത്തില്ലെന്ന് പറയുന്ന സ്ഥലത്ത്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിർത്തിയത് ദൈവമാണെങ്കിൽ ദൈവം അവിടെ ചിലത് നമ്മിലൂടെ ചെയ്യിക്കും. സ്തോത്രം, സ്തോത്രം. ഞാനിന്ന് നിങ്ങളുടെ മോടെ ഈ വചനം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആമേൻ ചിന്ത, ആമേൻ ദൈവം നമ്മളെ എല്ലാവരും ജീവിപ്പിക്കുമെന്നാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ അവസ്ഥയ്ക്കെല്ലാം വ്യത്യാസം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ ദേശത്ത് ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറയുന്നവരുടെ നടുവിൽ ഇല്ല, ദൈവം ഇതിന്റെ നടുവിൽ നമ്മെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവം ഇതിന്റെ നടുവിൽ നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ദൈവം ഇതിനകത്ത് ചില പ്രവൃത്തി അയക്കും. ഞാനിവിടെ വായിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. ദൈവം അവനെ അതിനെ നടുവിൽ നിർത്തിയെന്ന് മാത്രമല്ല, നിൽക്കുകയല്ലായിരുന്നു, അവിടെ നിർത്തിയെന്നുള്ളത് ശരിയാ. അത് കഴിഞ്ഞിട്ട് അവർ ചലനം ആരംഭിച്ചു. വായിച്ചേ. പ്രയോഗം ശ്രദ്ധിച്ചോ. അവൻ എന്നെ അവരുടെ നടുവിൽ, അവയുടെ നടുവിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അപ്പൊ ജീവനില്ലാത്ത, ബന്ധം വിട്ട് കിടക്കുന്ന അസ്ഥി താഴ്വരയിൽ നടുവിൽ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ദൈവം പറഞ്ഞു, നീ ഇവിടെ നിൽക്കുകയല്ല, ഇതിനെ ചുറ്റി ചുറ്റി ഒന്ന് നടക്കണം. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആമേൻ സ്തോത്രം വിശ്വാസമുണ്ട്? ആമേൻ. നമ്മളെ ദൈവ ആമേൻ സ്തോത്രം നിയോഗത്തോടെ ഒരു നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ചലനാത്മക പ്രവൃത്തിയുണ്ട്. ചിലതിനെ ചുറ്റി നടക്കുക. ആമേൻ. ചിലതിനെ ചുറ്റി നടക്കാൻ എന്തിനാ ചുറ്റി നടന്ന് നീ ഇതൊക്കെ ഒന്ന് കാണണം. ഈ തകർച്ച നീ ഒന്ന് കാണണം. ഒരിടത്ത് നിന്നാൽ നീ എല്ലാം കാണാൻ പറ്റില്ലല്ലോ. എല്ലാം കാണണമെങ്കിൽ നീ ഒന്ന് ചുറ്റി നടക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ ദേശത്തെ ദൈവം നമ്മുടെ മുമ്പേ നിർത്തിയിരിക്കുക. ആമേനോട് ഒതുങ്ങാനല്ല, ദേശം ഒന്ന് ചുറ്റി നടക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ദേശത്തൊന്ന് നടക്കണം കേട്ടോ. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം. കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ പറഞ്ഞല്ലേ, ഒരു പാസ്റ്ററോടെ വന്ന കാര്യം. അദ്ദേഹം പ്രായമുള്ള മനുഷ്യൻ, 70 വയസ്സോളം ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഈ നാട്ടുകാരനാണ്, ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വന്നയാളാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ആൾക്ക് നല്ല പ്രായമാണ്. അദ്ദേഹത്തിന് ദൈവം ഒരു നിയോഗം കൊടുത്തിരിക്കുന്നു. ഈ ദേശത്ത് അദ്ദേഹം പാർത്ത സ്ഥലത്ത്, അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് എല്ലായിടത്തും കൊണ്ടുപോയി ന്യൂ ടെസ്റ്റ്മെന്റ് കൊടുക്കണം. അദ്ദേഹം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെയുള്ള എല്ലാ ഭവനങ്ങളിലും പ്രൈസ് ദി ലോർഡ് ന്യൂ ടെസ്റ്റ്മെന്റുകൾ കൊണ്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. തീർന്നില്ല, ഇനി അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ വരും. അടുത്ത മാസം അദ്ദേഹം തിരിച്ച് കാനഡയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ആമേൻ. എത്ര പേർക്ക് നിയോഗമുണ്ട്? നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശം നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞെങ്കിൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചുറ്റി നടന്നാൽ ചില ദൈവപ്രവൃത്തി ഉണ്ടാകും. ചില കാഴ്ചകൾ നമ്മൾ കാണണം. ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദേശത്തൊന്ന് ചുറ്റി നടക്കാൻ. സ്തോത്ര നിയോഗത്തോടെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ആദരണീയനായ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ പല ദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്കറിയാം. ഒരു കാര്യം ഞാൻ പറയാം, ആത്മാവിൽ വിശ്വാസത്തോടെ ദേശത്ത് പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് നടന്നാൽ ചില ദൈവപ്രവൃത്തി ഉണ്ടാകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമൻ. സ്തോത്രം. നാം ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചുറ്റി നടന്നാൽ ചില ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് ഞാൻ ആത്മാവിൽ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ നടന്നാൽ ദൈവം ചിലത് ചെയ്യോ. യെരിഹോ മതിൽ ചുറ്റി നടന്നോ ഇല്ലേ? ദൈവം പറഞ്ഞതുപോലെ അവർ ഒന്ന് ചാർപ്പിട്ടപ്പോൾ യെരിഹോവിന്റെ മതിലിടിഞ്ഞു വീണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ചുറ്റി സഞ്ചരിക്കുന്ന അവൻ നടക്കാൻ, പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവരെ കൊണ്ട് ദേശത്ത് ദൈവം വലിയവ ചെയ്യുമെന്ന് ഞാൻ ആത്മാവിൽ കണ്ട ദൂത് പറയുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഒരിടത്ത് നിൽക്കാനല്ല, നിർത്തിയല്ലോ, ഞാനിവിടെ നിർത്തി, എന്നാൽ ഇവിടെ അങ്ങ് നിന്നേക്കാമെന്നല്ല, ഇവിടെ നീ നടക്കാൻ തുടങ്ങണം. സ്തോത്രം. നമ്മുടെ ഭവനങ്ങൾ, ചുറ്റുപാടുള്ള ഭവനങ്ങളിലേക്കൊന്ന് നടക്കണമെന്നേ, ചുറ്റി നടക്കണം. എന്നാലേ അറിയുള്ളൂ അവരുടെ ഉണങ്ങിയ അവസ്ഥ, അവരുടെ തകർച്ച, അവരുടെ വേദന അറിയണമെങ്കിൽ ഒന്ന് ചുറ്റി നടക്കണം. ഞാൻ അതിനടിലൂടെ ചുറ്റി നടക്കുമാറാക്കി. വായിക്കാം. ഈ എത്രയും അധികമായിരുന്നു ഇദ്ദേഹം മനസ്സിലാക്കിയതാ ഈ ചുറ്റി നടന്നപ്പോഴാ. സ്തോത്രം. ചുറ്റി നടക്കുമ്പോഴേ അറിയൂ ഇത്രയും പ്രശ്നമുള്ളവരിവിടെ ഉണ്ടോന്ന്. എന്തോരം പ്രശ്നങ്ങളാണ് അവിടെ ആളുകൾ പോകുന്നതെന്ന് അറിയണമെങ്കിൽ ഒന്ന് ചുറ്റി നടന്നേ പറ്റൂ. ഒരാമൻ പറയുമോ വിശ്വസിക്കുന്നെങ്കിൽ? ഒന്ന് ചുറ്റി നടന്നെങ്കിലേ ആളുകളുടെ വേദന കാണാൻ പറ്റുകയുള്ളൂ.
ഒന്ന് ചുറ്റി നടന്നെങ്കിലേ മനുഷ്യന്റെ പ്രയാസങ്ങൾ കാണാൻ പറ്റുകയുള്ളൂ. ചുറ്റി നടന്നെങ്കിലേ ചില കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഭവനത്തിനകത്ത് ഒതുങ്ങിക്കൂടാനല്ല. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ദൂത് പറയുകയാ. ആമേൻ. നിങ്ങളൊരു പക്ഷേ ഇവിടെ ഞങ്ങൾ ഉണങ്ങിയതാണെന്ന് പറഞ്ഞിരിക്കുകയല്ല. നമ്മുടെ മേൽ ദൈവം ജീവൻ തരും. നമ്മുടെ മേൽ അവന്റെ കരം വരും. വിശ്വസിച്ച് നിങ്ങൾ ചുറ്റി നടക്കാൻ തയ്യാറായാൽ നിങ്ങളിലൂടെ ദൈവം ചില പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുക. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. അപ്പോൾ ഇങ്ങനെ ചുറ്റി നടന്നു. അങ്ങനെ ചുറ്റി നടന്നപ്പോൾ അദ്ദേഹം വളരെ വലിയ കാഴ്ച കണ്ടു. കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഒരു ചോദ്യം ദൈവം തമ്പുരാന്റെ ഭയങ്കര ചോദ്യം. ആ ചോദ്യം എന്താ? മനുഷ്യപുത്ര, വായിക്കാം. സ്തോത്രം. ആരോടായി ചോദ്യം ചോദിക്കുന്നത്? ആത്മാവിൽ പുറപ്പെടുവിച്ച് നടുവിൽ കൊണ്ട് നിർത്തിയവനോട്. അപ്പം ആത്മാവിൽ ജീവിക്കുന്നവനോടാണ്, ആത്മാവിനെ അനുസരിക്കുന്നവരോടാണ്, ആത്മാവിൽ ചലിക്കുന്നവരോടാണ് ദൈവത്തിന് സംസാരിക്കാനുള്ളത്. മനസ്സിലായെന്നവർ സ്തോത്രം ചെയ്താട്ടെ. ജഡത്തിൽ ജീവിക്കുന്നവനോട് ദൈവത്തിനൊന്നും പറയാനില്ല. ആത്മാവ് നയിക്കുന്നതിനനുസരിച്ച്, ആത്മാവ് നിയോഗിക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. സ്തോത്രം. ആരോടാ സംസാരിച്ചത്? സ്തോത്രം. അനങ്ങാതെ നിൽക്കുന്നവനോടല്ല, പകരം ആമേൻ സ്തോത്രം, ദൈവം പറയുന്നത് പോലെ ചുറ്റി നടക്കുന്നവരോട്, ചില വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവരോട്, ചില കാഴ്ചപ്പാടുകൾ കണ്ട് ദുഃഖിക്കുന്നവരോട്. അയ്യോ കർത്താവേ, ഇത്രയും തകർന്നു കിടക്കുന്നുവോ, ഇത്രയും ഉടഞ്ഞു കിടക്കുന്നുവോ, ഇത്രയും പ്രത്യാശയില്ലാത്തവരായി ഇവിടെ ജീവിക്കുന്നതോ, എത്ര മനുഷ്യരാ ഇവിടെ അങ്ങില്ലാതെ ജീവിക്കുന്നത്. ആ ആത്മഭാരം അകത്തുള്ളവരോട്, ആമൻ സ്വന്തം കണ്ണുനീരകത്തുള്ളവരോട്, പ്രയാസങ്ങൾ അകത്തുള്ളവരോട്, അവൻ ആത്മാക്കളെ കുറിച്ചുള്ള വേദന അകത്തുള്ളവരോട് ദൈവം സംസാരിക്കാൻ തുടങ്ങുക. ഇന്ന് പകൽക്കാലം എത്ര പേരുടെ അകത്ത് ദൈവം പറയുന്നത് പോലെ ചുറ്റി നടന്ന് കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ആത്മഭാരത്തോടെ ഇരുന്നാൽ തമ്പുരാന്റെ ശബ്ദം വരും. എന്താ ചോദ്യം? വായിക്കാം. എന്താ ചോദ്യം? ഒന്ന് വായിച്ച ഒന്നുകൂടെ വായിച്ച കസ്യ. ചോദ്യം മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? നിങ്ങൾ ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കും അറിയാം. പക്ഷേ ദൈവാത്മാവ് എന്നോട് ഇന്ന് നിങ്ങളോട് ഇത് പറയാൻ നിയോഗം നൽകിയത് കൊണ്ടാണ് ഞാൻ ഈ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ചോദ്യം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാ. സാധാരണ ദൈവം എല്ലാത്തിനും ഉത്തരം പറയുന്നയാളാ. ദൈവം സാധാരണ ചോദ്യം ചോദിക്കാറില്ല. സ്തോത്രം. സാധാരണ ദൈവം എല്ലാത്തിനും ഉത്തരം പറയുന്നയാളാ. ഏത് കുഴപ്പിക്കുന്ന ചോദ്യത്തിനും ഉത്തരം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിന് എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ അവൻ അവിടുത്തെ സന്നിധിയിൽ ഉത്തരമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് രാവിലെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഏത് ചോദ്യത്തിനും ദൈവം ഉത്തരം പറയും. പക്ഷേ ദൈവം സാധാരണ ചോദ്യം ചോദിക്കാറില്ല. അപൂർവമായിട്ട യോബിനോട് ദൈവം ചോദിച്ചു, അല്ലേ? ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സ്തോത്രം. ചോദ്യം അപൂർവമായിട്ട് ദൈവം ചോദിക്കും. പക്ഷെ ദൈവം ചോദിച്ചാൽ ഉത്തരം പറയുന്നത് വളരെ സൂക്ഷിച്ചു വേണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചോദ്യം ഉത്തരം ചിലപ്പോൾ നമ്മുടെ യുക്തിയിലും ബുദ്ധിയിലും പറയേണ്ടതല്ല. ചോദ്യം ദൈവത്തിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ശരിയായ ഉത്തരവും ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ. എത്ര പേര് ഇതിന് ആമേൻ പറയും? ചോദ്യം ദൈവത്തിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ശരിയായ ഉത്തരം ആർക്കേ അറിയാവൂ? ദൈവത്തിനെ അറിയാം. അത് എപ്പോഴും മനസ്സിൽ വെച്ചോണം. ദൈവം നിന്നോട് വല്ല ചോദ്യവും ചോദിച്ചാൽ അവൻ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ നീ ഓടണ്ട. പകരം കർത്താവേ, ആമൻ പത്രോസ് പറഞ്ഞതുപോലെ നീ സകലവും അറിയുന്നു. ആമൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും ആമൻ സ്തോത്രം. ഹല്ലേലൂയ. പ്രവാചകൻ വിളിച്ചു പറയുകയാ, കർത്താവേ, ആമൻ നീ അറിയുന്നു. ഇന്ന് പകൽക്കാലം ദേശം വിടിവിക്കപ്പെടുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം കർത്താവേ, ആമൻ അങ്ങ് അറിയുന്നു. കുടുംബങ്ങൾ വിടിവിക്കപ്പെടുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആമൻ അങ്ങ് അറിയുന്നു. ഒരത്ഭുതം ഇന്ന് നടക്കുമോ കർത്താവേ? ആമൻ ഇവിടെ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുമോ? ദേശത്തിന് വിടുതൽ ഉണ്ടാകുമോ? ഈ കുടുംബത്തിനകത്തൊരു വലിയ പ്രവൃത്തി ഉണ്ടാകുമോ? ഉത്തരം കർത്താവേ അങ്ങ് അറിയുന്നു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആമൻ അങ്ങനെ പറയാൻ പറ്റും? സ്തോത്രം. കർത്താവേ നീ അറിയുന്നു. ദൈവത്തിൽ ഒരു കാര്യവും അസാധ്യമല്ല.
ഈ അസ്ഥികളെ ജീവിപ്പിക്കാൻ അങ്ങയ്ക്ക് കഴിയും. പക്ഷെ ജീവിപ്പിക്കണോ വേണ്ടായോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അങ്ങ. സ്തോത്രം. ജീവിപ്പിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് അങ്ങാണ്. അതുകൊണ്ടാണ് അങ്ങറിയുന്നു. സ്തോത്രം, സ്തോത്രം. സൗഖ്യമാക്കണോ വേണ്ടായോ എന്നുള്ളത് അങ്ങറിയുന്നു. അങ്ങയ്ക്കെല്ലാം അറിയാം. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്നവരോട് വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളെയാണ് ഇന്ന് രാവിലെ ദൈവമേ കർത്താവേ എന്ന് വിളിച്ചാരാധിക്കുന്നത്. അവൻ എല്ലാം അറിയാവുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന് സ്തോത്രം ചെയ്ത്, കർത്താവേ എന്നെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ദൈവം, എൻ്റെ ഭാവിയെക്കുറിച്ച് അറിയാവുന്ന ദൈവം, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അറിയാവുന്ന ദൈവം, ഞങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മൊത്തം അറിയാവുന്ന ദൈവം, നാളെ അറിയാവുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഒന്ന് മാത്രം പറയുന്നു, ആമേൻ കർത്താവേ അങ്ങയ്ക്കെല്ലാം അറിയാം. സ്തോത്രം. അതാണ് ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള വിശ്വാസം. ദൈവത്തിനായ ഉത്തരം അങ്ങ് ഇഷ്ടപ്പെട്ടു. ദൈവത്തിനായ ഉത്തരം ഇഷ്ടപ്പെട്ടു. എന്താ ദൈവം പറഞ്ഞത്? അവരെന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവരോട് പറയേണ്ടത്. സ്തോത്രം. ശ്രദ്ധിക്കണം. പ്രവാചകനോട് ദൈവം പറയുക, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിക്കണം. അസ്ഥികളെ കുറിച്ച് പ്രവചിക്കണം. സ്തോത്രം. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനോട് വിളിച്ചു പറയുക, പ്രവാചക നീ അസ്ഥികളെ കുറിച്ച് പ്രവചിക്കണം. അസ്ഥികളോട് വചനം പറയണം. എന്തൊരു ചോദ്യമല്ലേ, എന്തൊരു കൽപ്പനയാ. സ്തോത്രം. ഈ കാര്യമെല്ലാം കണ്ട് ജീവിതത്തിൽ അല്ലേ ഒരു പ്രത്യേക മാനസികാവസ്ഥയല്ല അദ്ദേഹം നിൽക്കുന്നത്. ഈ അസ്ഥി താഴ്വരയിൽ നിൽക്കുമ്പോൾ ദൈവം ചോദിക്കുക, സ്തോത്രം, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ? അതിന് ഏറ്റവും സേഫായ മറുപടി പറഞ്ഞു, നീ അറിയുന്നു. അവ കർത്താവ് വിടില്ല, നീ അവയോട് പ്രവചിക്കണം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, ദൈവം നമ്മോട് എന്ത് കൽപ്പിച്ചാലും അനുസരിക്കണം. സ്തോത്രം. എന്താ പ്രവചനം? സ്തോത്രം. ആരാണ് പ്രവാചകൻ? ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി അവിടുത്തെ ആലോചന തൻ്റെ ജനത്തെ അറിയിക്കുന്നവനാണ് പ്രവാചകൻ. നീ അവയോട് പ്രവചിക്കണമെന്ന് പറയുമ്പോൾ പ്രവാചകൻ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഞാൻ എൻ്റെതായ ഒന്നും പറയണ്ട. സ്തോത്രം, സ്തോത്രം. ഇത് ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം പറയണമായിരുന്നു. പക്ഷേ അവിടെയും എനിക്ക് ഒരു അഭിപ്രായവും ഇല്ലാത്തത് കൊണ്ട് ഞാനത് ദൈവത്തോട് പറഞ്ഞു, അങ്ങറിയുന്നു. അങ്ങനെയെങ്കിൽ ദൈവം പറഞ്ഞു, എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിന്നോട് പറയുക, നിന്നിലൂടെ ഈ അസ്ഥികൾ അത് കേൾക്കണം. അതാ പ്രവചനം. സ്തോത്രം. നമ്മുടെ അഭിപ്രായം പറയുന്നതല്ല പ്രവചനം, നമ്മുടെ ഇഷ്ടം പറയുന്നതല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ വിളിച്ചു പറയുന്നതല്ല. ദൈവത്തിന്റെ തിരുഹൃദയത്തിനകത്തുള്ളത് പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി വിളിച്ചു പറയുന്നതാ പ്രവചനം. സ്തോത്രം. അത് വിളിച്ചു പറയുമ്പോൾ ദൈവം പ്രവാചകനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഉണങ്ങിയ അസ്ഥികളെ കുറിച്ചും എനിക്ക് എന്റെ ഹൃദയത്തിൽ ചില പ്ലാനുണ്ട്. ജീസസ്, ജീസസ്. ആർക്കും ഈ അസ്ഥികളെ കുറിച്ച് ഒരു പ്ലാനും ഇല്ലായിരിക്കാം, ആർക്കും ഈ അസ്ഥികളെ കുറിച്ചൊരു പദ്ധതിയും ഇല്ലായിരിക്കാം. പക്ഷെ എന്റെ ഹൃദയത്തിനകത്ത് ചില പ്ലാനുകളുണ്ട്, ചില പദ്ധതികളുണ്ട്, ചില ആലോചനകളുണ്ട്. അത് ഞാൻ നിന്നെ അറിയിക്കുമ്പോൾ നീ അവരോടത് പ്രവചിക്കണം. ഓ ശരമന ഹദുരജകൾ കരാദിയ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ആർക്കും ഒരു പ്രത്യാശയുമില്ലാതിനെ കുറിച്ചും ദൈവത്തിന് ചില പ്ലാൻ ഉണ്ട് കേട്ടോ. ഓ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്നവരോട് ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാ, നിന്നെ കുറിച്ച് ആമൻ ദൈവത്തിന്റെ മനസ്സിൽ ചില പദ്ധതികളുണ്ട്. ഒരുപക്ഷെ നീ ഉണങ്ങിയിരിക്കുകയായിരിക്കുക, ആമൻ നീ തകർന്നിരിക്കുന്നവരായിരിക്കാം, പ്രത്യാശ നഷ്ടപ്പെട്ടവരായിരിക്കാം. എന്നാലും ദൈവം പറയുക, എനിക്ക് നിന്നോട് പറയാൻ ചില ദൂതുകളുണ്ട്, ചില ആലോചനകളുണ്ട്. ഈ ദേശത്ത് ആമൻ സ്വന്തം കുടുംബങ്ങളെ നോക്കി ദൈവത്തിന് ചിലത് പറയാൻ അവന്റെ ഹൃദയത്തിൽ
ജീവിതത്തിൽ പദ്ധതികളുണ്ട്. അത് പ്രാപിച്ച് അവരോട് പറയാൻ ദൈവത്തിന് പ്രവാചകന്മാരെ വേണം. ജീസസ്, നിങ്ങളുടെ അയൽപക്കക്കാരോട് അവരുടെ തകർന്ന അവസ്ഥയിൽ, അവരുടെ ഉണങ്ങിയ അവസ്ഥയിൽ, അവരുടെ ജീവിതത്തിൽ തകർച്ചയിൽ, ആർക്കും പ്രത്യാശയില്ലാത്തപ്പോഴും ദൈവത്തിന് അവരോട് പറയാനൊരു ദൂതുണ്ട്. അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അവരോട് പറയാൻ ദൈവത്തിനൊരു പ്രവാചകന്റെ വായ വേണം. കർത്താവിനോട് പറയുമോ, അടിയനിതാ, അടിയനെ നിയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ, അങ്ങയുടെ വായായിരിക്കാൻ, അങ്ങയുടെ ശബ്ദമായിരിക്കാൻ, അങ്ങയുടെ ആലോചനക്കാരനായിരിക്കാൻ എന്നെ നിയോഗിക്കണമെന്ന ആത്മാവിൽ ഇന്ന് പകൽ സമർപ്പണത്തോടെ ഇരിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം, സ്തോത്രം. നീ അവരോട് സംസാരിക്കണം. സ്തോത്രം. അപ്പോ പ്രവാചകൻ ഇത് കേട്ട് നീ അവരോട് പ്രവചിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, അതിനെനിക്കൊരു കുഴപ്പമില്ല. നീ തരുന്ന ആലോചന അതാരോടും പറയാൻ ഞാൻ തയ്യാറാ. അതാ സമർപ്പണം. അത് ഉണങ്ങിയ അസ്ഥിയോടെന്നല്ല, ഒരു വിഡ്ഢിയെപ്പോലെ. സ്തോത്രം. ദൈവാലോചനയാണോ? അതാരോടും പറയാൻ വല്ല റെസ്പോൺസ് ഉണ്ടാകുമോ? അസ്ഥിയോട് പ്രവചിച്ചാൽ തുടക്കം നിങ്ങൾ ഓർത്തേക്ക്, ഒരാമേനില്ല, ഗ്ലോറിയില്ല, ഹല്ലേലൂയയില്ല, ഒന്നുമില്ല. അസ്ഥികളാ. സ്തോത്രം. പക്ഷെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് പറയാൻ ധൈര്യം ഉണ്ടാകണം. ഉണങ്ങിയ അസ്ഥികളെ എന്താ പറയേണ്ടത്? ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. നോക്കണേ, എനിക്ക് ഒറ്റ സെക്കൻഡ്, അവൻ ബാക്കി വായിക്കണം. പറയുക, നീ പറയണം. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. അതവരോട് പറയണം. ഉണങ്ങിയ അസ്ഥികളോട് നീ പറയണം, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. സ്തോത്രം, സ്തോത്രം. നോക്കണേ, ഉണങ്ങിക്കിടക്കുന്ന, തകർന്നു കിടക്കുന്ന അസ്ഥിയോട് എന്നിൽ നിന്ന് പ്രാപിച്ച് നീ പറയേണ്ട ദൂത്, ഉണങ്ങിയ അസ്ഥികളെ നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ദേശത്തെ തകർന്ന, പ്രത്യാശ നഷ്ടപ്പെട്ട, ആത്മീകമായി മരിച്ച, പ്രതീക്ഷയില്ലാത്തവരോട് ആലോചന, ഉണങ്ങിയ അസ്ഥികളെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾപ്പീൻ. ഉണങ്ങിയ അസ്ഥികളെ നിങ്ങൾ ഈ സുവിശേഷം കേൾപ്പീൻ. ഉണങ്ങിയ അസ്ഥികളെ ഈ തിരുവചനം കേൾപ്പീൻ. ജീവിതത്തിൽ തകർന്നവരെ ദൈവവചനം കേൾപ്പീൻ. ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തവരെ ദൈവവചനം കേൾപ്പീൻ. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്തവരെ ദൈവത്തിന് നിങ്ങളോടൊരു സദ്വാർത്തയുണ്ട്. നിങ്ങൾ ജീവിക്കും. നിങ്ങൾ ജീവിക്കാൻ ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. പ്രത്യാശയുടെ വാക്കുകൾ. സ്തോത്രം. നമുക്ക് ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. തുടർന്ന് ഭയങ്കര അത്ഭുതമാണ് നടക്കുന്നത്. ഭയങ്കര അത്ഭുതം. ആ വാക്യം ഒന്ന് വായിച്ചിട്ട് വിട്ടെ. ഒന്ന് വായിച്ചു. സ്തോത്രം. ഞാൻ നിങ്ങളിൽ ചില പുനർസൃഷ്ടി നടത്തും. ഞാൻ നിങ്ങളിൽ മാംസം വരുത്തും, ത്വക്ക് വരുത്തും, ഞരമ്പുകൾ വരുത്തും. എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളിൽ വരുത്തി നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടെന്ന് പറയുന്നത്
ഈ അസ്ഥി എല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് അല്ലേ മനുഷ്യൻ്റെ അല്ലേ ആന്തരിക ഘടനയാകുന്നു. മാംസമുണ്ടാകുന്നു, ത്വക്കുണ്ടാകുന്നു, ഞരമ്പുകളുണ്ടാകുന്നു. ശരീരം മുഴുവനും യോജിച്ചു ഒരു ഘടനയുണ്ടാക്കി മനുഷ്യൻ്റെ രൂപമായി. പക്ഷേ അവയിൽ ശ്വാസം ഇല്ല, ജീവനില്ല. പലപ്പോഴും ഈ നമ്മുടെ സംവിധാനം ഇന്ന് ഞാൻ നോക്കുമ്പോൾ എല്ലാ ഘടനയുണ്ട്, സംവിധാനം എല്ലാം ഉണ്ട്, എല്ലാം അതിൻ്റെ ചിട്ടയിൽ നടക്കുന്നുണ്ട്. എന്തോ അതിന് പറയുന്നത്, ഒരു ബോഡി ഉണ്ട്, കൈയുണ്ട്, കാലുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്തോ ഇല്ല, ജീവൻ മാത്രമില്ല. ജീവനില്ലാത്ത അനുഭവം. സംഘടനയുണ്ടോ? ഉണ്ട്, എല്ലാ ഘടനയും ഉണ്ട്. CA ഉണ്ട്, സൺഡേ സ്കൂളുണ്ട്, WMC ഉണ്ട്, ആരാധനയുണ്ട്, പാട്ടുണ്ട്, പലപ്പോഴും എല്ലാം ഉണ്ട്. പക്ഷെ എന്തോ ഇല്ല, ശരിയായ ജീവൻ ഇല്ല. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, പക്ഷേ മരിച്ചവനാകും. അതാണ് അവസ്ഥ. ജീവൻ എവിടുന്ന് വരും? അതിന് ദൈവത്തിൻ്റെ ആത്മാവ് വരണം. അതുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, 9-ാമത്തെ വാക്യം വായിക്കാം. സ്തോത്രം. നീ ഇത്രയും നേരം അല്ലെ ഈ അസ്ഥിയോട് പ്രവചിച്ചു. അസ്ഥി വന്ന് ചേർന്ന് മാംസം വന്ന് ത്വക്ക് പൊതിഞ്ഞ് എല്ലാം ഘടനയായി രൂപപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇനി നീ പ്രവചിക്കേണ്ടത് കാറ്റിനോട്. വായിക്കാം. കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ദൈവത്തിൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ കാറ്റ്, സഭയെ പുനരുജ്ജീവിപ്പിക്കുന്ന, സഭയെ ഉണർത്തുന്ന, സഭയെ ജീവനുള്ളതാക്കി മാറ്റുന്ന, സ്തോത്രം, ഈ കാറ്റ് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റാ. സ്തോത്രം. ആ ആത്മാവിൻ്റെ പ്രവൃത്തി വരുമ്പോഴാണ് ഈ ശരീരം ജീവനുള്ള ശരീരമായി മാറുന്നത്. ഈ ശരീരത്തിൽ ജീവൻ വ്യാപരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വരണം. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയ്ക്കകത്ത് ആത്മാവിൻ്റെ കാറ്റുണ്ടാകണം. ആത്മാവ് വീശിയടിക്കണം. വീശുക ഈ തോട്ടത്തിനുള്ളിൽ, അല്ലേ? അങ്ങനെയല്ലേ പാട്ടുകാരൻ പാടുന്നത്? ജീവയാവിയായി. ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിക്കാം. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ ആമേൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തിൻ്റെ മേൽ ഇറങ്ങി വന്നതുപോലെ, കൊടിയ കാറ്റടിക്കുന്നത് പോലെ ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നമ്മളിൽ ഓരോരുത്തരിലും ഈ ദിവസങ്ങളിൽ ഇറങ്ങി വന്നാൽ നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. പ്രിയപ്പെട്ടവരെ, അസ്ഥി താഴ്വരയിൽ കിടക്കുന്ന അസ്ഥികൾ ഒന്നിച്ചുകൂടി ഒരു ശരീരമായി മാറിയെങ്കിലും അവയുടെ മേൽ ജീവനില്ലായിരുന്നു. ജീവൻ വെക്കാൻ ആമൻ കാറ്റിനോട് പ്രവചിച്ചപ്പോൾ ആമൻ സ്വന്തം 4 കാറ്റുകളായി വന്ന് ഈ ശ്വാസം അവരുടെ മേൽ വന്ന് അവർ ജീവനുള്ള ഒരു സൈന്യമായി എഴുന്നേറ്റ് നിന്നതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമൻ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, ദൈവസഭയ്ക്കകത്ത് ആമൻ അതിന്റെ പ്രവർത്തിക്കായി ഒന്ന് ഇറങ്ങി വരുവാ. നിങ്ങൾ ഇന്ന് പകൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങളുടെ ആത്മജീവിതത്തിന്റെ ആമൻ മരിച്ച അനുഭവങ്ങൾ, മരവിപ്പുകൾ മാറി ജീവനുള്ള ഒരു സൈന്യമായി എഴുന്നേറ്റ് നിൽക്കുവാൻ ആത്മാവിൽ ജീവിക്കുന്ന സഭയായി, ആത്മാവിൽ പാടുന്ന സഭയായി, ആത്മാവിൽ ആരാധിക്കുന്ന സഭയായി, ആത്മാവിൽ ദൂത് പറയുന്ന സഭയായി, ആത്മാവിൽ പ്രവചിക്കുന്ന സഭയായി, ആത്മാവിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉയരിയ പ്രവൃത്തികളാലും അവൻ ദൈവവചനം ഉറപ്പിക്കുന്ന സഭയായി. ആത്മസാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ അവർ ജീവിച്ച് എഴുന്നേറ്റു. അവിടെ വായിക്കുന്നത് അവർ ജീവിച്ചു. 37:10 വായിച്ച്. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ കണ്ടോ, ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി എഴുന്നേറ്റ് നിവർന്നു നിന്നു.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എങ്ങനെ കിടന്നതാ, എങ്ങനെ തകർന്നു കിടന്നതാ. പ്രത്യാശ നഷ്ടപ്പെട്ടവരാ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാ, മരിച്ചുപോയവരാ, അല്ലേ, മറന്നു കളഞ്ഞവരെ പോലെ ആയവരാ, ഇനി പ്രതീക്ഷ ഇല്ലെന്ന് പറഞ്ഞവരാ. പക്ഷെ ഇന്നിതാ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു കാര്യം വിളിച്ചു പറയാൻ പറ്റുമോ? ഇന്ന് പകൽക്കാലം ഈ ദൈവം നിങ്ങളെ നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമ്പോൾ നിങ്ങളറിയോ, ആമേ, ഞാൻ ജീവനുള്ള ദൈവമെന്ന്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ജനമേ, ആത്മാവിലൊന്ന് എഴുന്നേൽക്കട്ടെ, ആത്മാവിലൊന്ന് എഴുന്നേൽക്കട്ടെ. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്റെ പൊടി കുടഞ്ഞു കളഞ്ഞ് ഒന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ഒരു ആത്മാവിൻ്റെ ജീവൻ നിന്റെ അകത്ത് വ്യാപരിക്കുവാൻ ശരീരത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തിൻ്റെ കാറ്റ് ആമേൻ നമ്മിൽ നിന്ന് വീശി അടിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് ഈ ദിവസങ്ങൾ വരട്ടെ. നമ്മുടെ ആരാധനയുടെ തലം മാറട്ടെ, നമ്മുടെ അന്യഭാഷയുടെ തലം മാറട്ടെ, നമ്മുടെ ആത്മീയ അനുഭവങ്ങൾ വ്യത്യാസം മാറട്ടെ. അവർ ഒരു വലിയ സൈന്യമായി എഴുന്നേറ്റ് നിന്നു. സ്തോത്രം. അപ്പോസ്തല പ്രവർത്തികൾ പഠിച്ചാൽ ഈ ആത്മാവ് വന്നതിന് ശേഷം നിവർന്നു നിന്ന് സുവിശേഷം പറയാൻ തുടങ്ങിയത്. പേടിച്ചിരുന്നതാ, ഭയന്നിരുന്നതാ. 4:31 പറയുന്ന അപ്പോസ്തല 4:31 അവർ ധൈര്യത്തോടെ വചനം പ്രസംഗിച്ചെന്ന. പരിശുദ്ധാത്മാവരുടെ മേൽ വന്നപ്പോൾ അവർ, സ്തോത്രം, ധൈര്യത്തോടെ എഴുന്നേറ്റ് വചനം പ്രസ്താവിച്ചു. സ്തോത്രം. എന്നെ കേൾക്കണം അല്ലേ? ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. കണ്ടോ, ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഈ വചനം പറയണമെങ്കിൽ അച്ഛാ ഈ ആത്മാവിൻ്റെ വലിയ ശക്തി ഇറങ്ങി വരണം. ആത്മനിയോഗം വന്നാലേ നമ്മൾ എഴുന്നേറ്റ് ധൈര്യത്തോടെ പറയത്തുള്ളൂ, ധൈര്യത്തോടെ നിൽക്കുകയുള്ളൂ. ഞാൻ ഇനി എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. ശ്രദ്ധിക്കണേ, ആമേൻ. പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശയായി. അവർ പറഞ്ഞു ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടെന്നാ. ദൈവം പറഞ്ഞില്ല, ഞാൻ പ്രത്യാശ നൽകുന്ന ദൈവമാണ്. സ്തോത്രം. ഇന്ന് സഭയോട് ദൈവത്തിൻ്റെ ആത്മാവിന് സംസാരിക്കാനുള്ളത് റോമർ 15:13 പ്രകാരം ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എൻ്റെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നിരാശയോടെ ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. വായിക്കാം. പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം പ്രത്യാശ നൽകുന്ന ദൈവം. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. കല്ലറയിൽ നിന്ന് ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കുമ്പോൾ, ശവക്കുഴി തുറന്ന് എഴുന്നേൽപ്പിക്കുമ്പോൾ നിങ്ങൾ ആരെന്നറിയുമെന്നാ. ഇന്ന് പകൽക്കാലം അത് നടക്കാൻ പോവാ. അക്ഷരികമായി നടക്കാൻ പോവാച്ചാ. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുന്ന ഒരു ദിവസം. കല്ലറകളിലുള്ളവരെല്ലാവരും ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുമെന്ന. സ്തോത്രം. മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇത് ആത്മീയ മരണത്തിൽ നിന്ന് മാത്രമല്ല. സ്തോത്രം. നമ്മുടെ ഈ ജീവിതത്തിൽ കർത്താവ് വരുന്നതിന് മുമ്പ് നാം മരിച്ചാലും വിശ്വാസത്താൽ ക്രിസ്തുവിൽ ജീവിച്ച നിങ്ങൾ, സ്തോത്രം, പുനരുത്ഥാനത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അവൻ ഉയർപ്പിക്കും. എത്രവർക്ക് സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് പകൽക്കാലം എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കട്ടെ. എസെക്കിയേൽ പ്രവാചകൻ നമ്മോട് സംസാരിച്ചു, വചനത്തിലൂടെ ഇടപെട്ടു. എന്തുകൊണ്ടാണ് ഈ പ്രവാസം? എന്തുകൊണ്ടാണ് തകർച്ച, പരാജയം, ജീവിതത്തിലെ പാപം? അതുമാത്രമല്ല, മാനസാന്തരപ്പെടാൻ അവസരം നൽകിയിട്ടും മാനസാന്തരപ്പെടാതെ പ്രവാചകന്മാരെ, ദൈവവചനത്തെ നിന്ദിച്ചതുകൊണ്ട് ആലയം നഷ്ടമായി, പ്രത്യാശ നഷ്ടമായി, രാജ്യം നഷ്ടമായി, ബാബിലോണിൽ പ്രവാസികളായി. പക്ഷെ ദൈവം ഉപേക്ഷിച്ചില്ല. ആ അസ്ഥിത്താഴ്വരയിലും ദൈവം ഇറങ്ങി വന്നു. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രത്യാശ നഷ്ടപ്പെട്ടവരുടെ അടുക്കിലേക്ക് നമുക്ക് പോകാം. ദൈവത്തിൻ്റെ കൈ നമ്മുടെ മേലും വരട്ടെ.
സ്തോത്രം നമ്മളെയും നിയോഗിക്കട്ടെ. അനേകർ വിടുതലിനായി നമ്മളെ ഉപയോഗിക്കട്ടെ. സ്തോത്രം. പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശ കൊടുക്കുവാൻ നമ്മളെ ഉപയോഗിക്കട്ടെ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ആത്മീയമായി ഉയർപ്പുണ്ടാകട്ടെ, ആത്മീയമായ ഒരു പ്രത്യാശ ഉണ്ടാകട്ടെ. അതിനൊരു ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെട്ടെങ്കിലേ പറ്റുകയുള്ളൂ. അതിന് ഈ ദിവസങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രത്യാശ നൽകുന്ന ദൈവം നമ്മളെല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.